വിനോദ്, ഇപ്പോൾ ഹരീന്ദ്രൻ എം എൽ എ മാരായമുട്ടം സ്വദേശിയാണ് ജോയിയുടെ കുടുംബത്തിന് അദ്ദേഹം ആശ്വാസം ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ അല്പസമയം മുമ്പ് സംസ്ഥാന സർക്കാർ നിലവിൽ ഇതുവരെ നടന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ ഒരു റിവ്യൂ ചേരുകയുണ്ടായി. ഈ റിവ്യൂവിൽ റെയിൽവേയുടെ ഒരു പൂർണ്ണ പിന്തുണയോടെയാണ് ഇപ്പോൾ ഈ രക്ഷാ ദൗത്യം നടക്കുന്നത്, പരിശോധന നടക്കുന്നതെന്ന് പറയുന്നു. ഈ ജോയ് റെയിൽവേയുടെ കരാർ ഏറ്റെടുത്ത ആളുടെ തൊഴിലാളിയായിരുന്നു. അങ്ങനെയാണ് ആ സ്ഥലത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്തുന്നത്. നിലവിൽ ഇതൊരു തർക്ക പ്രശ്നമായി അവശേഷിക്കുന്നുണ്ടോ? രക്ഷാപ്രവർത്തനത്തെ ഒരു തരത്തിലും അത് ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാനാകുമോ? സൈത്ത് തൽക്കാലത്തേക്കെങ്കിലും ഈ പഴിചാരലുകൾ ഒഴിവാക്കി ഈ രക്ഷാദൌത്യവുമായി മുന്നോട്ട് പോവുകയാണ്. അതിനകത്തൊരു ഏകോപനം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. റെയിൽവേയും സർക്കാരും നഗരസഭയും ഒക്കെയും സംയുക്തമായി തന്നെ നടത്തേണ്ട ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസവും ഒക്കെയും ഈ പരസ്പരമുള്ള പഴിചാരലുകൾ ഉണ്ടായിരുന്നു. ആരാണ് ഇതിന്റെ ശുചീകരണം നടപ്പാക്കേണ്ടതെന്നതടക്കമുള്ള കാര്യങ്ങൾ നഗരസഭ നേരത്തെ നൽകിയ കത്തിന്റെ പകർപ്പ് പുറത്തുവരികയും ചെയ്തിരുന്നു. ഏപ്രിൽ 13 തന്നെ റെയിൽവേക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകി എന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ഈ മാലിന്യം നീക്കിയില്ലെങ്കിൽ പിഴ ചുമത്തും എന്ന അറിയിപ്പ് കൂടി റെയിൽവേക്ക് നൽകിയിരുന്നു. റെയിൽവേ ഇപ്പോൾ സ്വന്തം നിലയ്ക്കാണ് ഇവിടെ മാലിന്യം നീക്കുന്നതിന് കരാർ നൽകിയിരുന്നത്. ആ കരാർ ഏറ്റെടുത്ത ആളുടെ തൊഴിലാളിയാണ് ജോയി. ഇപ്പോഴും രക്ഷാദൌത്യം അത് പുരോഗമിക്കുകയാണ്. സൈത്ത് ഈ ടണലിനുള്ളിലേക്ക് കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ പ്രവേശിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് മേധാവിയുടെ നേതൃത്വത്തിൽ അടക്കം മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഫയർഫോഴ്സ് മേധാവി കൂടി പങ്കെടുത്ത ഒരു റിവ്യൂ മീറ്റിംഗാണ് നടന്നത്. ഇതുവരെയുള്ള ഒരു വിലയിരുത്തൽ 50 മീറ്റർ വരെ ദൂരത്തിൽ പരിശോധന നടത്താൻ കഴിഞ്ഞു. ഈ ടണൽ ഇനി പരിശോധന നടത്താനുള്ളത് ഏതാണ്ട് 70 മീറ്റർ ദൂരത്തിലാണ്. അതായത് ഇപ്പോൾ പരിശോധിച്ചതിനേക്കാൾ കൂടുതൽ സ്ഥലം ഏരിയ ഈ ടണലിനുള്ളിലെ പ്രദേശം ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. 70 മീറ്റർ ഇനിയും പരിശോധിക്കാൻ അവശേഷിക്കുന്നുണ്ട്. ഒരു 50 അംഗ സ്കൂബ ടീം കൂടി ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 25 അംഗങ്ങൾ അടങ്ങുന്ന 3 ടീമുകളായി 25ഓളം അംഗങ്ങൾ വരുന്ന 3 ടീമുകൾ. അത് വ്യത്യസ്തമായ രീതിയിൽ ഇവരുടെ പരിശോധനകൾ രണ്ട് വശത്തു നിന്നും ഉള്ള പരിശോധനകൾ നടത്തും എന്നതാണ്. മാൻഹോൾ, മൂന്നാമത്തെ ട്രാക്കിന് സമീപം മാൻഹോൾ ഉണ്ട്. ഈ മാൻഹോളിനുള്ളിലൂടെ അകത്ത് പ്രവേശിക്കാനുള്ള അവിടെ നേരത്തെ പരിശോധന നടത്തിയിരുന്നു. തുടർന്നും ഇനിയുള്ള പരിശോധനകൾ ഈ അമേരിക്കൻ കോഡിന്റെ ഈ റെയിൽവേയുടെ ഭൂമി ഈ പ്ലാറ്റ്ഫോമുകൾ കഴിഞ്ഞു വരുന്ന രണ്ട് പ്രദേശത്തുകൂടിയും രണ്ട് ഭാഗത്തുകൂടിയും ഇങ്ങനെ പരിശോധന നടത്താനുള്ള തീരുമാനമാണ്. ഏതായിരുന്നാലും ഇതുവരെയും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. മണിക്കൂറുകൾ പിന്നിടുന്നു. ഇന്നലെ 11 മണിയോടുകൂടി തുടങ്ങുന്ന ഒരു തിരച്ചിലാണ്. അതിപ്പോൾ ഏതാണ്ട് അതേ സമയത്തിലേക്ക് അടുക്കുന്നു. രാത്രി വൈകിയും തിരച്ചിൽ നടന്നിരുന്നു. കണ്ടെത്താനാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ഈ ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ പറയുന്നത് വളരെ പെട്ടെന്ന് ഈ മഴ നഗരത്തിന്റെ പല ഭാഗത്തും മഴ പെയ്യുകയും ആ വെള്ളം കുത്തിയൊലിച്ചു വരികയും നല്ല ഒഴുക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒഴുക്കിൽപ്പെട്ടുപോയി എന്ന കാര്യമാണ് ഇപ്പോൾ ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. സ്കൂബ ടീമിന്റെ കൂടുതൽ സേവനം അതുതന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഈ രക്ഷാദൌത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി വരുന്നത് കൂടുതൽ സ്കൂബ ടീം അംഗങ്ങളെ ഇവിടേക്ക് എത്തിക്കുന്നു എന്നത് തന്നെയാണ്. 25 അംഗ ടീം 3ആയി തിരിഞ്ഞുള്ള പരിശോധന. ഏതാണ്ട് 50ഓളം പേർ ഈ സേനാംഗങ്ങൾ എത്തുമെന്ന് ഫയർഫോഴ്സ് മേധാവി പറയുന്നു. ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക കേന്ദ്രം, ഒരു താൽക്കാലിക കേന്ദ്രം ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഡോക്സിസൈക്ലിൻ പോലുള്ള മരുന്നുകൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുന്നവർക്ക് നൽകേണ്ടതുണ്ട്. മാത്രവുമല്ല മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യമന്ത്രി തന്നെ നേരത്തെ നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് ഈ അമേരിക്കൻ റോഡിന് വശത്ത് തന്നെ ഒരു പ്രത്യേക കൌണ്ടർ, ആരോഗ്യവകുപ്പിന്റെ ഒരു പ്രത്യേക കൌണ്ടർ തുടങ്ങുകയും ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഇവിടേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ ഒരു അടിയന്തര സേവനം, ആരോഗ്യവകുപ്പിന്റെ അടിയന്തര സേവനം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. നമുക്കറിയാം സൈത്ത് ഇവിടെ ഒരു വലിയ ജനത്തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ്. പോലീസ് ഇവിടെ കൂടുന്ന ആളുകളെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. കാരണം തിരുവനന്തപുരം നഗരഹൃദയമാണ്, റെയിൽവേ സ്റ്റേഷനാണ്, ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ്. ഈ വിവരമറിഞ്ഞ് ധാരാളം ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്.
ഈ ആൾക്കൂട്ടം അനിയന്ത്രിതമായാൽ അതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകും. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വന്നുകൂടുന്ന ആളുകളെ പരമാവധി ഒഴിവാക്കാൻ പോലീസും റെയിൽവേ പോലീസും നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പ്രത്യാശ വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാദൌത്യം തന്നെയാണ് പുരോഗമിക്കുന്നത്. അതോടൊപ്പമാണ് ജെൻ റോബോട്ടിക് എന്ന ഈ സ്ഥാപനത്തിന്റെ ഒരു സംരംഭമാണ്, യുവാക്കളുടെ ഒരു സംരംഭമാണ്. അവരുടെ ക്യാമറ സംവിധാനം അത് ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒഴുക്ക് കുറവാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ നേരത്തെ ഒഴുക്കുണ്ടായിരുന്നപ്പോൾ മാലിന്യം ഒരു പരിധിവരെ അവർക്ക് തള്ളി മാറ്റാനോ ആ ഒഴുക്കിനനുസരിച്ച് തള്ളി വിടാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഒഴുക്കില്ലാതായതോടെ ഇതൊരു ലെയറായി, ഇതൊരു വലിയ കട്ടിയുള്ള ഒരു പാളിയായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൂടെ പോകാൻ, ഉള്ളിലേക്ക് പോകുന്നതിന് വലിയ തടസ്സമുണ്ട്. നിശ്ചലമായി നിൽക്കുന്ന, ഏറെക്കുറെ നിശ്ചലമായി മാലിന്യം നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ വേണം ഇനിയും 70 മീറ്ററിൽ പരിശോധന നടത്താൻ. സേനാംഗങ്ങളെ സംബന്ധിച്ച് ചെറിയ വെല്ലുവിളിയല്ല, വലിയൊരു ഏറ്റവും പ്രയാസകരമായ അത്യന്തം ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം വെളിച്ചം ഇല്ല. ഇതൊരു നമുക്കറിയാം ഗുഹ പോലെ ഈ പ്ലാറ്റ്ഫോമുകൾ കടന്നു പോകുന്ന ഭാഗത്തെല്ലാം മുകളിൽ കവർ ചെയ്തിട്ട് അമേഴിഞ്ഞൻ തോട് അതിനടിയിലൂടെ പോവുകയാണ്. ഒരു വെളിച്ചമോ അല്ലെങ്കിൽ ശുദ്ധവായുവോ നമുക്ക് പുറത്ത് നിൽക്കാൻ പോലും കഴിയാത്തത്ര തരത്തിലാണ് ദുർഗന്ധം. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വലിയ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. ഈ പരിസരത്ത് ഈ മാലിന്യം ഇങ്ങനെ കുമിഞ്ഞുകൂടി വെള്ളത്തിന്റെ നിറം കാണുമ്പോൾ നമുക്കറിയാം കുറുകി കിടക്കുകയാണ്, കറുത്തു കുറുകി വല്ലാതെ മാലിന്യ നിറഞ്ഞ് ആ ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ്. അങ്ങനെ ഒരു വെള്ളക്കെട്ടിലേക്കാണ്, ഈ മാലിന്യത്തിനിടയിലേക്കാണ് വെളിച്ചം പോലുമില്ലാതെ രക്ഷാപ്രവർത്തനത്തിനായി നമ്മുടെ സേനാംഗങ്ങൾക്ക് പോകേണ്ടത്. അതൊരു ചെറിയ കാര്യമല്ല എന്നത് മാത്രമല്ല, തീർത്തും റിസ്ക്കുള്ള, വളരെയധികം റിസ്ക് എടുത്തുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ്. എളുപ്പത്തിൽ കയറി ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥലമോ വെളിച്ചമോ മറ്റ് വഴികളോ ഒക്കെ ഉള്ള ഒരു സ്ഥലമല്ല. റെയിൽവേ ട്രാക്കിനടിയിലെ അമേഴിഞ്ഞൻ റോഡിന്റെ ഭാഗമാണ്. ഒരു ഗുഹാമുഖം പോലെ, ഒരു ഗുഹയ്ക്കുള്ളിൽ കയറുന്നത് പോലെ കയറി പോകേണ്ട ഒരവസ്ഥയാണ്. അതിനെക്കുറിച്ച് അതിന്റെ രൂപരേഖ സംബന്ധിച്ച് പോലും വ്യക്തതയില്ല. എങ്ങനെയാണ് ഇതിനുള്ളിലെ ഘടന, കുറേ ദൂരം സഞ്ചരിച്ചാൽ ഇത് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? കാരണം രാജഭരണകാലത്തെ ഉള്ള ഒരു തോട്, ഒരു ജലാശയം, അല്ലെങ്കിൽ അതിന് ആ സമയത്ത് വളരെ മുമ്പ് തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ റെയിൽവേ സംവിധാനങ്ങൾ വരുമ്പോൾ ഇവിടെ അന്ന് നിർമ്മിച്ച സംവിധാനങ്ങൾ ഒരുപക്ഷെ തലമുറകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലെ രൂപഘടന എങ്ങനെയാണ്, ഏത് വഴികളിലൂടെയാണ് പോകുന്നത്? മാത്രവുമല്ല, ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിനടുത്തുള്ള ഈ മാൻഹോളിലൂടെ പരിശോധന നടത്തി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ആമേഴിഞ്ഞൻ തോട്ടിൽ നിന്ന് തന്നെ പല തരത്തിൽ ഓടകൾ, അത് വന്നു ചേരുന്ന ഓടകളാകാം, അതിന്റെ ഒന്നും കൃത്യമായ രൂപരേഖയോ സ്ട്രക്ചറോ നഗരസഭയുടെ കീഴിലില്ല. കാരണം ഒരുപക്ഷെ ഈ നഗരസഭാ ഭരണമൊക്കെ നമ്മുടെ ഇപ്പോൾ കാണുന്ന ഈ രീതിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നിർമ്മിച്ച സംവിധാനങ്ങളാണ്. രാജഭരണകാലത്ത് തന്നെ നിർമ്മിച്ച സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഓടകളിലൂടെ ഇതിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകുന്നു, അല്ലെങ്കിൽ എവിടെ നിന്നുള്ള വെള്ളം ഇതിലേക്ക് ഒഴുകിയെത്തുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു രൂപരേഖയില്ല. അതിന്റെ ഒരു ബ്ലൂ പ്രിന്റോ അങ്ങനെയുള്ള ഒരു നമ്മുടെ ഒരു DPR തയ്യാറാക്കി നമ്മൾ തയ്യാറാക്കുന്ന, അല്ലെങ്കിൽ പുതിയകാല സർക്കാരുകൾ തയ്യാറാക്കിയ തരത്തിലുള്ള ഒരു സംവിധാനമല്ല. അതും ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം ഇതിന്റെ ഈ രൂപഘടന സംബന്ധിച്ചുള്ള അവ്യക്തത. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പോകുന്ന വഴി മറ്റു ഓടകളുണ്ടെങ്കിൽ അവിടെ എങ്ങോട്ടാണ് ഈ വെള്ളം പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വന്നു ചേരുന്ന ഓടകളാണോ, ഇതെല്ലാം തന്നെ മനസ്സിലാക്കി വേണം ഇതിനുള്ളിൽ പ്രവേശിക്കുന്നവർ അതിനകത്ത് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ. അതിന് മറ്റ് ശാസ്ത്രീയമായ സംവിധാനങ്ങളിലൂടെ അവർക്ക് അതിനകത്ത് നിർദ്ദേശം കൊടുക്കാനോ ഏത് വഴി പോകണം എന്ന് പറയാനോ ഒന്നുമുള്ള യാതൊരു പരിജ്ഞാനമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച അറിവോ ഇല്ല എന്നത് തന്നെയാണ് ഒരു വസ്തുത. ഇതിനുള്ളിൽ പ്രവേശിക്കുന്നവർ അവരുടെ യുക്തിക്കനുസരിച്ച് അവർക്ക് അതിനുള്ളിൽ മനസ്സിലാവുന്ന തരത്തിൽ അവർ പെരുമാറേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതും ഈ രക്ഷാദൌത്യത്തെ ദുഷ്കരമാക്കുന്നുണ്ട്. ഏതായിരുന്നാലും വലിയ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഒരു ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ അത് മണിക്കൂറുകളായി തുടരുകയാണ്.